സമുദായത്തിന്റെ കാര്യം പറയാൻ വലിയ ഉഷാറ ഭരണപക്ഷത്തിലേക്ക് വന്നതല്ലെന്ന്. 1992 ബാബരി പള്ളി പൊളിച്ചപ്പോ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി പറഞ്ഞു പള്ളി ഏതായാലും പോയി ഭരണം കൂടി പോകാനാ ഞങ്ങൾ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ കുറ്റം പറയാനല്ല, ഇനി ആരെങ്കിലും ഇതിന്റെ പേരിൽ എന്നെ തൂക്കിക്കൊല്ലാൻ വരികയാണെങ്കിൽ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് കേട്ടോ. ഇപ്പൊ പറയണു കാന്തപുര അബൂബക്കർ മുസ്ലിയാരെ പുതിയാപ്പിള വിളിക്കണ പോലെ വിളിക്കണോ ഞങ്ങള് സമുദായത്തിന്റെ കാര്യം പറയാൻ? എന്താ നിങ്ങൾ പറയണത്? നമ്മൾ മുസ്ലിങ്ങളൊക്കെ ഒറ്റക്കെട്ടായി നിന്നിട്ട് ഇവിടെ സമരം നടത്തണം പോലെ വിവരക്കടല്ലോ ഇത്. നമ്മൾ മുസ്ലിങ്ങളൊക്കെ ഒറ്റക്കെട്ട്, നിങ്ങൾ ഹിന്ദുക്കളൊക്കെ ഒറ്റക്കെട്ട്, നമ്മൾ അസ്രാനികളൊക്കെ വേറെ കെട്ട്. ഇവിടെ 5-6 കെട്ടായ പിന്നെ എന്ത് സൗഹാർദ്ദമാണ് ഇവിടെ ഉള്ളത്? അതുകൊണ്ട് കാന്തപുര അബൂബക്കർ മുസ്ലിയാര് വൈർ മുൻസരിഫിന്റെ ഇല്ലത്ത് പോലെ നിങ്ങൾ 2 കൂടി ഒരെണ്ണത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്നു പറഞ്ഞില്ലേ? ആ ഒറ്റ വ്യക്തി മതി നിങ്ങളുടെ 10,000 സംഘടനയുടെ അപ്പുറത്ത് നിൽക്കാൻ. ഒരൊറ്റ കാന്തപുരം മതി. കാരണം നിങ്ങളുടെ പല ഡിസിഷനും തെറ്റാണെന്ന് കാന്തപുരം തെളിയിച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? 92 ബാബരി പള്ളി പൊളിച്ചപ്പോ അന്ന് മുസ്ലിം ലീഗ് ഒരു തീരുമാനമെടുത്തു, റിപ്പബ്ലിക് ദിനം ഇക്കൊല്ലം അങ്ങോട്ട് ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞു. ഇത് ജനുവരി 26 റിപ്പബ്ലിക് ഡേ അല്ലേ, ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാക്കപ്പെട്ട ദിവസം. അത് കൊല്ലം മുസ്ലിങ്ങൾ ആചരിക്കണ്ടാവും. സേട്ട് സാഹിബ് അന്ന് അപ്പുറത്താണ്. സേട്ട് സാഹിബ് പറഞ്ഞു അന്ന് അങ്ങനെ തന്നെ ആയിക്കോട്ടെ. പാണക്കട്ട തങ്ങൾ പറഞ്ഞു അൽഫാത്തിഹ എന്നാ പാസാക്കി പറഞ്ഞു. പിറ്റേ ദിവസം കാന്തപുര അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു റിപ്പബ്ലിക് ദിനം ബഹിഷ്കരിക്കുന്നത് രാജ്യദ്രോഹമാണ്. ആ ബോധം അതിന്റെ ഉള്ളിൽ ആർക്കും ഉണ്ടായില്ല. കാന്തപുരത്തിന്റെ ബുദ്ധി നിങ്ങളുടെ ബുദ്ധിയും തമ്മിൽ ജമ്മിന്റെയും കസറിന്റെയും വൈദൂര. അതുകൊണ്ട് കാന്തപുരം പറഞ്ഞു റിപ്പബ്ലിക് ദിനം ബഹിഷ്കരിക്കുന്നത് രാജ്യദ്രോഹ ക്രിമിനൽ ഒഫൻസ് ആണ്. ജാമ്യമില്ലാതെ സകലം ഉള്ളിൽ പോകും. ഉടനെ അവര് കൂടി മുഷാവറ കൂടിയിട്ട് പറഞ്ഞു, കാന്തപുരം പറഞ്ഞു എന്ന് പറഞ്ഞില്ല, നമ്മളാ തീരുമാനം പിൻവലിച്ചു. അത് പറയാൻ കുറച്ച് വിഷമമാണ്, എന്നാലും പിൻവലിച്ചു. അപ്പൊ നിങ്ങളിപ്പോ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിന്ന് ഏക സിവിൽ കോഡിനെതിരെ മുത്തലാഖിനെതിരെ നമ്മളെല്ലാം കൂടി, ആ വാചകം തന്നെ തെറ്റാണോ? ഇവിടുത്തെ പട്ടികജാതി ആദിവാസി പിന്നാക്ക ഗോത്രവർഗ പാവപ്പെട്ടവരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ജനാധിപത്യ മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന സകല രാഷ്ട്രീയ മതവിശ്വാസികളെയും അല്ലാത്തവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റത്തിലൂടെ അല്ലാതെ ന്യൂനപക്ഷത്തിന്റെ പ്രശ്നം ഇന്ത്യയിൽ പരിഹരിക്കപ്പെടില്ല. അല്ലാതെ പരിഹരിക്കുമെന്ന് വിശ്വസിക്കുന്നത് തനിക്കാലത്തമാണ്, വർഗീയതയാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ ഈ ഹിഡൻ അജണ്ട അവറ്റയോട് പുച്ഛിച്ച് തള്ളുകയാണെന്ന് ഈ വേദിക്കത് യോജിച്ചതല്ലെങ്കിൽ ഐ ആം വെരി സോറി, റിയലി വെരി സോറി കേട്ടോ. ഞാനത് പറയാനുള്ളത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇതിപ്പോ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ പറയാൻ പറ്റിയില്ലെങ്കിലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ. അതുകൊണ്ട് ഈ എന്റെ പ്രസംഗം കേട്ട എല്ലാ സഹോദരന്മാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു. ലോകത്തിലുള്ള സർവ്വ മനുഷ്യർക്കും സുഖമുണ്ടാവട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തോത്രം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. മത്തായി സുവിശേഷം 18-ാം അധ്യായം 20-21 വാചകം. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവ്വരാജ്യ മതങ്ങളും സർവ്വവിശ്വാസികളും സർവ്വ സമന്വയത്തോടെ വാഴുന്ന ഒരു നല്ല കേരളം സ്വപ്നം കണ്ടുകൊണ്ട് SSFന്റെ ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.